28 വർഷം പരിപാലിച്ച പാപ്പാന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി വെൺമാണി പാറു എന്ന ആന. ആലപ്പുഴ മാങ്ങാങ്കുഴി സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ സംസ്കാര ചടങ്ങിലാണ് ആന എത്തിയത്. തലതീനി പാറു എന്ന പേരിൽ നാട്ടിൽ ഭീതി പരത്തിയിരുന്ന ഈ പിടിയാന മുൻപ് 9 പേരെ കൊന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രനുണ്ട് ആലപ്പുഴയിൽ നിന്നും. അമൽ, വളരെ ആത്മബന്ധമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗൗതം, തലതീനി പാറു ഒരു കാലത്ത് നാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്നു. 9 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് എതിരെ വരുന്നത് മനുഷ്യനായാലും മൃഗമായാലും തലയ്ക്ക് ചവിട്ടിക്കൊല്ലുന്ന ക്രൂര സ്വഭാവമുണ്ടായിരുന്ന ഒരു ആന. ആ പിടിയാന പിന്നീട് 1992 ആനക്കാരൻ തമ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടിയുടെ കൈകളിൽ എത്തുന്നത്. വെട്ടിയാർ രാമനെല്ലൂർ സ്വദേശിയാണ് കൃഷ്ണൻകുട്ടി, മാവേലിക്കര സ്വദേശിയാണ്. ഏറെക്കാലം ഈ ആനയെ അദ്ദേഹം പരിപാലിക്കുകയും വടികൊണ്ടൊന്ന് തല്ലുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ അങ്ങേയറ്റം സ്നേഹത്തോടെ ഈ ആനയും ഈ പാപ്പാനും തമ്മിലുള്ള ആത്മബന്ധം കണ്ട് കാഴ്ചക്കാരുടെ പോലും കണ്ണുകൾ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് 57 വർഷക്കാലത്തോളം അദ്ദേഹം ഈ പാപ്പാൻ ജോലി ചെയ്യുകയും പിന്നീട് ഈ ആനയെ ദേവസ്വം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുകയും കൃഷ്ണൻകുട്ടിയിൽ നിന്ന് ഈ ആന പോവുകയും ഒക്കെ ചെയ്തിട്ടും പിന്നീട് ഇവർ തമ്മിലുള്ള ആത്മബന്ധം അറിഞ്ഞ ദേവസ്വംകാർ ഈ മരണവിവരമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും തുടർന്ന് കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് ശനിയാഴ്ച ആനയെ ലോറിയിലെത്തിക്കുകയും ഈ ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിനടുത്തെത്തി നമസ്കരിക്കുന്ന കാഴ്ച കണ്ണുകൾ നനഞ്ഞുകൊണ്ടാണ് ആന ഈ മൃതശരീരത്തിന് മുൻപാകെ നമസ്കരിക്കുന്ന കാഴ്ചകളെല്ലാം നാട്ടുകാർ കാണുകയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഏതായാലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും ഗൗതം, ഇത്തരത്തിൽ ഒരു ആനയ്ക്ക് ഭക്ഷണം എടുക്കുവാൻ വേണ്ടി ഒരു മതിലിന് മുകളിൽ കയറി അപകടം സംഭവിച്ച കൃഷ്ണൻകുട്ടി താനല്ലാതെ മറ്റാർക്കും ആനയെ തളയ്ക്കാൻ അറിയില്ല എന്നറിഞ്ഞുകൊണ്ട് ഇരു കാലുകളും പൊട്ടിയപ്പോഴും നിരങ്ങി ചെന്നുകൊണ്ട് ഈ ആനയെ ചങ്ങലയിൽ ബന്ധിച്ചു നിർത്തി പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അങ്ങേയറ്റം ആത്മബന്ധം ഉണ്ടായിരുന്ന ആ ആനയാണ് തന്റെ 28 വർഷക്കാലം തന്നെ പൊന്നുപോലും നോക്കി. സ്വാഭാവികമായും മനുഷ്യ മൃഗ സംഘർഷങ്ങൾ നടക്കുന്നതിനിടെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ചുരുളഴിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നത്.